ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മീഷോ കുർത്ത സെറ്റ് ഹോളാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ അണ്ടർ 500 ബഡ്ജറ്റിൽ മീഷോന്ന് വാങ്ങിയ കുർത്ത സെറ്റ്സ് ആണ്. ഇതൊരു പാരറ്റ് ഗ്രീൻ കളറാണ്. ഇത് ഒരു പോളിയസ്റ്റർ മിക്സിംഗ് ഉള്ള മെറ്റീരിയലാണ്. പക്ഷെ നമ്മൾ ഡെയിലി വെയർ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് നിരക്കി ഡാമേജ് ആവുകയൊന്നും ചെയ്യില്ല. ഇതിൽ നെക്കിൻ്റെ വർക്ക് അതുപോലെ തന്നെ ഷോള് എല്ലാം തന്നെ പെർഫെക്റ്റ് ആണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന അതേപോലെ തന്നെ വന്നിട്ടുണ്ട്, ചേഞ്ച് ഒന്നുമില്ല. ഈ സെക്കൻഡ് വൺ ഒരു മെറൂണ്, അതും ഒരു 500 ബഡ്ജറ്റിൽ വരുന്നൊരു കുർത്ത തന്നെയാണ്. ഇതിന് നെക്കും ഓൾമോസ്റ്റ് സെയിം പാറ്റേൺ ആണ്. ഷാളാണെങ്കിലും ഒന്നും കൂടെ വിടുത്തും ഉണ്ട്, ഒന്നും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ മെറ്റീരിയൽ പറഞ്ഞാൽ ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും മെറ്റീരിയൽസൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. പിന്നെ കുറച്ച് പോളിസ്റ്റർ മിക്സിംഗ് ഉണ്ട്, പക്ഷേ പെട്ടെന്ന് ഡാമേജ് ആവില്ല. അത് കാരണം തന്നെ നമ്മളിപ്പോൾ ഡെയിലി കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഡ്രസ്സ് ഉണ്ടായാലും തികയില്ല. ആ ഒരു സിറ്റുവേഷനിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻസൊക്കെ കിട്ടുക പറയുന്നത് വലിയ കാര്യമാണ്. ഇതൊരു റയോൺ കുർത്ത സെറ്റാണ്. നമ്മൾ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഷാൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഷാൾ അത്രയ്ക്ക് കട്ടിയുള്ള മെറ്റീരിയൽ, ഭയങ്കരമായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇതിൽ ടോപ്പിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ പാൻറ്റിൻ്റെ മെറ്റീരിയലൊക്കെ റയോണാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഞാൻ പിന്നെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ മുടിയോട് നല്ല ഒബ്സഷൻ ഉള്ള കാരണം ഞാൻ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ ഒന്നും കൂടി ഭംഗി വിടാൻ വേണ്ടി മുടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറത്തി വിടുന്നുണ്ട്. സോ നെവർ മൈൻഡ്. പിന്നെ ഇത് ഫോർത്ത് വണ്ണ്, ഇതൊരു ബ്ലാക്ക് കുർത്തയാണ്. ഇതിന് നെക്കിലൊരു ടൈ ചെയ്യുന്ന ഒരു ടൈപ്പായത്, പക്ഷേ എനിക്കത് ഇഷ്ടമായില്ല. പിന്നെ ഒന്നാമത് ഞാൻ ഓൾറെഡി പറഞ്ഞത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്താണ് ഇതെല്ലാം ഒന്ന്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അത് കട്ട് ചെയ്തിട്ട് അത് ജോയിൻറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തു. പിന്നെ എൻ്റെ അളവിന് അൾട്ടർ ചെയ്തു. ഇതിൻ്റെ പാൻറ്റിൻ്റെ ബോട്ടമിൽ ഒരു വർക്ക് വരുന്നത്. പിന്നെ ഇത് പക്ക കോട്ടൻ്റെ ഒരു കുർത്ത സെറ്റാണ്. ഷാളാണെങ്കിലും എല്ലാം. ഇത് പിന്നെ ഫിഫ്ത്ത് വൺ ക്ലോഷ്യയുടെ, അതും ഞാൻ മീഷോന്ന് എടുത്തത് തന്നെയാണ്. സോ ഇതിൻ്റെ പാൻറ്റാണെങ്കിലും ഷോളാണെങ്കിലും അപ്പോൾ മെറ്റീരിയലൊക്കെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. സോ ഡാമേജ് ആവുന്നുള്ള പേടി വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഷാള് കുറച്ച് ഒരു പോളിസ്റ്റർ മിക്സിംഗ് ഒക്കെ ഉള്ള ഒരു ഷാളാണ്, പക്ഷെ എന്നാലും അതും കൊള്ളാം. നമുക്ക് ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന അതേപോലെ തന്നെ തന്നിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.